ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾക്കിതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള മെഴുകുതിരി വീട്ടിൽ തയ്യാറാക്കണം. നമ്മൾ സാധാരണ വലിയ വില കൊടുത്താണ് ഇതുപോലെയുള്ള മെഴുകുതിരികളൊക്കെ വാങ്ങാറുള്ളത് അല്ലേ. നല്ല സ്മെല്ലുള്ള ടൈപ്പ് മുറിയിലൊക്കെ എവിടെയെങ്കിലും കത്തിച്ചിങ്ങനെ വെക്കാവുന്നതാണ്. നല്ല സ്മെല്ല് വരികയും ചെയ്യും. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടത് ഒരു മെഴുകുതിരിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിപ്പമുള്ള മെഴുകുതിരി എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണയുള്ള മെഴുകുതിരി എടുത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് വേണം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു റെഡ് കളറിലുള്ള ലിപ്സ്റ്റിക്ക്. ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. റെഡോ, നിങ്ങൾക്ക് ഏത് കളറാണോ അതെ. ഇത് ഒരു മെറൂണിഷ് കളർ വരുന്ന പോലെ നല്ലൊരു കളറാണ്. ഈ കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് മതി. അപ്പൊ ആദ്യം തന്നെ ഈ മെഴുതിരി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒന്ന് കരി ഉരുകി കിട്ടണം. ഇത് അതിന് വേണ്ടിയാ കേട്ടോ. നല്ല കട്ടിയാണ്, ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇച്ചിരി ബലം പിടിച്ച് വേണം കട്ട് ചെയ്യാൻ. എനിക്ക് തോന്നി സാധാരണ ചെറിയ മെഴുകുതിരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നി. ഇതിന് നല്ല കട്ട് ചെയ്ത വലിയ ടൈപ്പ് മെഴുകുതിരിയായിരുന്നു. ഇത്രയും മെഴുകുതിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തന്നെ ലിപ്സ്റ്റിക് കൂടെ കട്ട് ചെയ്തിടുവാണേ. ഇത് നോക്കിയിട്ട് കളർ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് നമ്മൾ സാധാരണ ഡബിൾ ബോയിൽ ചെയ്തില്ലേ, ആ രീതിയിലൊന്ന് വെച്ചിതൊന്ന് ഉരുക്കിയെടുക്കണം. എളുപ്പം ഉരുകിക്കോളും കേട്ടോ. ചൂടുവെള്ളത്തിൽ ഇതൊന്ന് വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ എളുപ്പം അങ്ങ് ഉരുകിക്കോളും. അപ്പം മെഴുക് മുഴുവനും നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. നല്ല റെഡ് കളർ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നല്ല കളർ വരും കേട്ടോ. ഇത് നല്ല റെഡ് അല്ല. നിങ്ങൾക്ക് ഏത് കളർ വേണോ അതുപോലെ ഉള്ള കളറിൽ ഇത് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പം നല്ല ഒരു കളർ വന്നിട്ടില്ല. ഇതിലേക്ക് ഏതെങ്കിലും സ്മെല്ലിന് വേണ്ടി ഒരു എയർ ഫ്രഷ്നറോ സ്പ്രേയോ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അധികം വേണ്ട. ആ ചൂടോടുകൂടി തന്നെ ഞാനിപ്പോ ഒരു മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു നൂലും വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട്. എളുപ്പം ഇത് ഉറഞ്ഞു പോകും. കാര്യം തണുത്ത് കഴിഞ്ഞാൽ മെഴുകല്ലേ, എളുപ്പം അതങ്ങ് ഉറഞ്ഞു പോകുമേ. മുട്ടത്തോടായതുകൊണ്ട് ചിലപ്പം മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്ര മതി. ഇതിനിരുന്ന് ഒന്ന് ഡ്രൈ ആവും. അടുത്ത വേറൊരു കളറൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. സ്മെല്ലിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു നൂല്, ഇത് നേരത്തെ ഉള്ള മെഴുകുതിരിയുടെ നൂല് തന്നെയാണ്. അതിങ്ങനെ വെക്കുക. ചൂടോടുകൂടി തന്നെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് തണുക്കാനും വേണ്ടി അനുവദിക്കണം കേട്ടോ. ഇതിലെ രണ്ടിലെയും മെഴുക് നല്ലതുപോലെ കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇതിപ്പോ കത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഒരു വീടിന്റെ ഒരു കോർണറിൽ വല്ല ഇതിങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലും വരും. ഒരു എയർ ഫ്രഷ്നറിന്റെ ആ ഒരു രീതി വരും കേട്ടോ. ഇതൊക്കെ നമുക്ക് വെളിദേശത്തൊക്കെ ഇത് നല്ല വില കൊടുത്താണ് ഇതുപോലെ ഒരു കപ്പിലും ഗ്ലാസ്സിലും ഒക്കെ ഉള്ള ഒരു മെഴുകുതിരി വാങ്ങാൻ കിട്ടുന്നത്. അത് ഇതുപോലെ നല്ല സുഗന്ധമുള്ളതായിരിക്കും. കാര്യം അവർ അതിനകത്ത് പല രീതിയിലുള്ള പെർഫ്യൂം പോലത്തെയൊക്കെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അവിടെ ഇരിക്കട്ടെ. ഇതിനി നമ്മൾ ഈ മുട്ടത്തോട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കട്ടി പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എളുപ്പം എടുത്തതാണ്. നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ
വീടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ മതി. നല്ല സ്മെല്ല് വരികയും ചെയ്യും കേട്ടോ. നമ്മള് വലിയ വില കൊടുത്തൊന്നും ഇതുപോലത്തെ മെഴുകുതിരികളൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഏതെങ്കിലും ഷേപ്പുള്ള പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരിക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.